everyone, welcome to Sri Narayana Guru Open University BA English first semester class, History of Britain, Block 6, Unit 1, Charles First. Okay, have you ever heard about the Stuart Little, a movie released in 1999? Okay, Stuart Little, 1999 movie about a small rat shares its name with the Stuart royal family who ruled Britain from 1603. This family influenced British political history over 50 years. Their reign was filled with challenges and unrest, including civil war and a notable revolution. The next part will briefly cover the political changes during this time, emphasizing the unique aspects of the Civil War and its importance. Moving on to the topic, James First, 1566 to 1625. In medieval England, rulers managed the country with the help of feudal lords. അപ്പം ഈ ഒരു medieval ഇംഗ്ലണ്ടില് റൂളേഴ്സ് പിന്നെ കൺട്രി മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്യൂഡൽ ലോർഡ്സിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. ബാരൻസ്, a type of tenant, held their rights and titles through service to a superior like a king. അപ്പം ഈ ബാരൻസ് ഒരു ടൈപ്പ് ഓഫ് ടെനൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇവര് held their rights, അവർക്ക് കുറച്ച് റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ടൈറ്റിൽസ് ത്രൂ സർവീസ് ടു അ സുപ്പീരിയർ. അപ്പം കിങ്ങിനെ പോലെ തന്നെ സുപ്പീരിയർ ആയിട്ടുള്ള അവരുടെ റൈറ്റ്സ് കൊണ്ട് സുപ്പീരിയർ ആയിട്ടുള്ള ആളുകളാണ് ഈ ബാരൻസ് എന്ന് പറയുന്നത്. As the new ideas emerged, the barons' power declined, affecting monarchs' influence too. അപ്പം പുതിയ ഐഡിയാസ് ഇങ്ങനെ എമേർജ് ചെയ്ത് വന്നപ്പം ഈ പേരൻസിന്റെ പവർ ഒക്കെ ഡിക്ലൈൻ ചെയ്യാം. When Queen Elizabeth I died in 1603, the Tudor dynasty concluded. അപ്പം ഈ 1603 എലിസബത്ത് ഫസ്റ്റ് മരിക്കുകയാണ്. അപ്പം എലിസബത്ത് ഫസ്റ്റിന്റെ മരണത്തോടെ ട്യൂഡർ ഡൈനാസ്റ്റി അവസാനിക്കുന്നുണ്ട്. ജെയിംസ് സിക്സ്ത് ഓഫ് സ്കോട്ട്ലൻഡ് became the ruler of England, accepting the title James First. അപ്പം ഈ ജെയിംസ് സിക്സ്ത് എന്ത് ചെയ്യാണ്, റൂളർ ആവാണ്, ഇംഗ്ലണ്ടിന്റെ റൂളർ ആവാണ്. ആക്സെപ്റ്റിംഗ് ദ ടൈറ്റിൽ ജെയിംസ് ഫസ്റ്റ് എന്നുള്ള പേര് സ്വീകരിച്ചുകൊണ്ട്. ഓക്കെ, ആൻഡ് ഇംഗ്ലണ്ട് ആൻഡ് സ്കോട്ട്ലൻഡ് ബിക്കെയിം യുണൈറ്റഡ് അണ്ടർ എ സിംഗിൾ മൊണാർക്ക്. അങ്ങനെ ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡും ഒരു മൊണാർക്കിന് കീഴിൽ, ഒറ്റ മൊണാർക്കിന് കീഴിൽ യുണൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദസ് ദ പീരീഡ് ഓഫ് ദ സ്റ്റുവർട്ട് ഡൈനാസ്റ്റി സ്റ്റാർട്ടഡ്. ഇവിടുന്നാണ് സ്റ്റുവർട്ട് ഡൈനാസ്റ്റി എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. കിങ് ജെയിംസ് ഫസ്റ്റ് strongly promoted divine rights of king, a political belief linked to European history, which suggests monarch had their power directly from God. അപ്പം ഈ ജെയിംസ് ഫസ്റ്റ് കിങ്സിന്റെ ഡിവൈൻ റൈറ്റ്സിനെ സ്ട്രോങ് ആയിട്ട് തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. യൂറോപ്യൻ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ എന്താ പറയാ, പൊളിറ്റിക്കൽ ബിലീഫ്, ഒരു പൊളിറ്റിക്കൽ വിശ്വാസമാണ്. അതുപോലെ തന്നെ കിങ്സ് ഗോഡിൽ നിന്ന് ഒരു പവർ കൈവശം വെക്കുന്നു എന്നാണ് ഈ നമ്മുടെ ജെയിംസ് ഫസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കിങ് ജെയിംസ് ഫസ്റ്റ് ക്ലെയിമിംഗ് ടു റൂൾ ഗ്രേറ്റ് ബ്രിട്ടൻ ലോസ്റ്റ് സപ്പോർട്ട് ഫ്രം ഇംഗ്ലീഷ് പ്യൂരിറ്റൻസ്. അപ്പം കിങ് ജെയിംസ് ഫസ്റ്റ് ഗ്രേറ്റ് ബ്രിട്ടൻ റൂൾ ചെയ്യണം എന്നുള്ള ഒരു ക്ലെയിമുമായിട്ട് ഒരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വരുന്നുണ്ട്. ആൻഡ് ഇതുകൊണ്ട് തന്നെ പ്യൂരിറ്റൻസിൽ നിന്നുള്ള സപ്പോർട്ട് ജെയിംസിന് ലോസ് ചെയ്യാണ്. ആൻഡ് ദീസ് റിലീജിയസ് റിഫോമേഴ്സ് വാണ്ടഡ് ടു പ്യൂരിഫൈ ദി ചർച്ച് ഓഫ് ഇംഗ്ലണ്ട്. അപ്പം ഈ ഒരു കാരണം കൊണ്ട് എന്താണ്, ചർച്ചിനെ പ്യൂരിഫൈ ചെയ്യണം, ഓക്കെ, എന്നുള്ളൊരു ഇതിലേക്ക് എത്താണ്. ഓക്കെ, റിഫോമേഴ്സ് ചർച്ചിനെ പ്യൂരിഫൈ ചെയ്യണം എന്നുള്ളൊരു ഡിസിഷനിലേക്ക് വരികയാണ്. ഇത് കാൽവിനിസ്റ്റ്, ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കാൽവിനിസ്റ്റുകൾ എന്ത് ചെയ്തിരുന്നു, ഈ ഒരു ചർച്ച് ഡൊമിനേറ്റ് ചെയ്തിരുന്നു. അപ്പൊ ഇവരുടെ ഡൊമിനേഷനിൽ നിന്ന് ഒരു പ്യൂരിഫിക്കേഷൻ, ചർച്ചിന്റെ പ്യൂരിഫിക്കേഷൻ ആയിരുന്നു റിഫോമേഴ്സ് പിന്നെന്താ കണ്ടിരുന്നത്. ഓക്കെ, ആസ് ദി ഡോമിനേറ്റഡ് ദ ഹൗസ് ഓഫ് കോമൺസ്, ദ സിറ്റുവേഷൻ ടേൺ റിലീജിയസ് ഡ്യൂ ടു ദ കിങ് കാത്തലിക് മദർ. ഓക്കെ, conflict between the king and parliament led to parliament's dissolution in 1911. അപ്പം 1911 എന്താണ്, പാർലമെന്റ് ഡിസൊല്യൂട്ട് ചെയ്യാണ്. ഓക്കെ, അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് കിങ്ങും പാർലമെന്റും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നതോടെ 1911 പാർലമെന്റ് ഡിസൊല്യൂട്ട് ആവാണ്. ഇറ്റ് വാസ് ലേറ്റർ സമ്മൺഡ് in 1921 to increase taxes which the parliament opposed. അപ്പം ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ പിന്നീട് എന്താണ്, ഈ പാർലമെന്റ് ഒന്നും കൂടെ വിളിച്ചു കൂട്ടുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ 1921 ടാക്സ് ഇൻക്രീസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷെ ഇതിനെ പാർലമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒപ്പോസ് ചെയ്യുന്നുണ്ട്. അഡീഷണലി they were unhappy the king's plan for his son Charles First to marry a Spanish Catholic princess. Okay, Parliament was greatly annoyed because it did not want a Catholic as the successor of James First. അപ്പോൾ പാർലമെന്റ് എന്തായിരുന്നു, ഭയങ്കര
അനോയിഡ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് ഒരു കാത്തലിക് സക്സസ്, ജെയിംസ് ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു കാത്തലിക് ഫോളോവർ ആണ്. അതുകൊണ്ട് ഈ ഇവർക്ക് എന്ത് വേണ്ടിയിരുന്നില്ല, ഫോളോവർ ആയതുകൊണ്ട് തന്നെ ജെയിംസ് ഫസ്റ്റ് ഒരു കാത്തലിക് ഫോളോവർ ആണ്. അതുകൊണ്ട് തന്നെ ഈ പാർലമെന്റിന് ഒരു കാത്തലിക് എന്താ പറയാ സക്സസറിനെ വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ്. ജെയിംസ് ഫസ്റ്റ് പാസ്ഡ് അവേ ഇൻ 1625. ജെയിംസ് ഫസ്റ്റ് എന്ത് ചെയ്യാണ്, 1625 ജെയിംസ് ഫസ്റ്റ് മരിക്കുന്നുണ്ട്. ലീവിംഗ് ഹിസ് ത്രോൺ ടു ചാൾസ് ഫസ്റ്റ്. ചാൾസ് ഫസ്റ്റിന് പിന്നീട് എന്താണ് ഈ അധികാരം കൈവരികയാണ് ചെയ്യുന്നത്. ഹു കോൺഫ്ലിക്റ്റഡ് വിത്ത് ദ പാർലമെന്റ്. ജെയിംസ് ഫസ്റ്റും പാർലമെന്റും ആയിട്ട് എന്തുണ്ടായിരുന്നു, ഒരു കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഇസ് ചാൾസ് ഫസ്റ്റ്. ചാൾസ് ഫസ്റ്റ് ബോൺ ഇൻ സ്കോട്ട്ലൻഡ് ഇൻ 1600. അപ്പം 1600 സ്കോട്ട്ലൻഡിലാണ് ചാൾസ് ഫസ്റ്റ് ജനിക്കുന്നത്. വാസ് എ റിസർവ്ഡ് ചൈൽഡ് വിത്ത് ഗുഡ് ടെമ്പർ ആൻഡ് മാനേഴ്സ്, ബട്ട് ഹി ട്രാവൽഡ് ലെസ് ആൻഡ് നെവർ മിക്സ്ഡ് അപ്പ് വിത്ത് കോമൺ പീപ്പിൾ. അപ്പം ഈ ജെയിംസ് ഫസ്റ്റ് എന്തായിരുന്നില്ല, കോമൺ പീപ്പിളായിട്ട് അങ്ങനെ കൂടുതൽ ഇടപഴകാത്ത ഒരാളായിരുന്നു. The disagreements between Charles and Parliament grew due to dispute over tonnage and poundage. അപ്പം ഈ ടോണേജിന്റെയും പൗണ്ടേജിന്റെയും പേര് പറഞ്ഞുകൊണ്ട് ഈ ചാൾസും അതുപോലെ തന്നെ പാർലമെന്റിന്റെയും ഇടയിലുള്ള ഡിസ്പ്യൂട്ട്സ് അല്ലെങ്കിൽ ഡിസഗ്രിമെന്റ്സ് എന്ത് ചെയ്യാണ് അവിടെ ഉണ്ടാവാണ്. ഓക്കെ, വിച്ച് were long standing custom duties granted to the crown by parliament in England. അപ്പം ഈ ടോണേജ് പൗണ്ടേജ് എന്താന്ന് വെച്ചാൽ ഇതൊരു ലോങ് സ്റ്റാൻഡിങ് കസ്റ്റം ഡ്യൂട്ടീസ് ആണ്, അതായത് ടാക്സ് ഡ്യൂട്ടീസ് ആണ്. ഇതെന്ത് ചെയ്യാണ് ഈ ഗ്രാൻഡഡ് ടു ദ ക്രൗൺ, ക്രൗണിന് കൊടുക്കുകയാണ്. പാർലമെന്റ് ഇംഗ്ലണ്ടിലെ പാർലമെന്റ് എന്ത് ചെയ്യണം, ക്രൗണിന് കൊടുക്കുന്ന ഒരു കസ്റ്റം ഡ്യൂട്ടിയാണ് എന്തെന്ന് പറയുന്നത്, ടോണേജ് പൗണ്ടേജ് എന്ന് പറയുന്നത്. ഡ്യൂറിംഗ് ദ 1626 പാർലമെന്റ് സെഷൻ ദ കോമൺസ് ഡിഡ്ന്റ് സപ്പോർട്ട് ദ കിങ് ഓൺ കസ്റ്റം ഡ്യൂട്ടീസ്. അപ്പം ഈ 1626 എന്താവാണ്, ഈ കോമണേഴ്സ് എന്ത് ചെയ്യുന്നില്ല, ഈ കസ്റ്റം ഡ്യൂട്ടീനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, കിങ്ങിന് എന്ത് ചെയ്യുന്നില്ല, ഈ കസ്റ്റം ഡ്യൂട്ടിയിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. ദേ ട്രൈഡ് ടു ഇംപീച്ച് ചാൾസ് ഫസ്റ്റ് ഫോർ ലൂസിംഗ് ദ നേവൽ ബാറ്റിൽ അഗെയിൻസ്റ്റ് സ്പെയിൻ. അപ്പം സ്പെയിനുമായിട്ടുള്ള ഒരു അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു യുദ്ധത്തിൽ ചാൾസ് ഫസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു വാറിൽ ലൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചാൾസ് ഫസ്റ്റിനെ ജനങ്ങൾ ഇംപീച്ച് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. ഹി ഡിസോൾവ് ദ പാർലമെന്റ് ഇൻ 1626 ഡ്യൂ ടു ദ കോൺഫ്ലിക്ട്. അപ്പൊ ഈ ഒരു കോൺഫ്ലിക്ട് കൊണ്ട് തന്നെ ഈ 1626 എന്താവാണ്, പാർലമെന്റ് ഡിസോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻ 1628 he summoned parliament again and the House of Commons passed the petition of rights against the king. അപ്പം king's overbearing action. ഓക്കെ, അപ്പം ഈ പിന്നെ വീണ്ടും 1628 പാർലമെന്റ് വീണ്ടും സമ്മൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സമ്മൺ ചെയ്ത പാർലമെന്റിൽ ഹൗസ് ഓഫ് കോമൺസ് എന്താണ് ഒരു പാസ് ദ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് പാസ് ചെയ്യാണ്. അത് എന്തിനാന്ന് വെച്ചാൽ എഗെയിൻസ്റ്റ് ദ കിങ്സ് ഓവർബെയറിംഗ് ആക്ഷൻസ്. അതായത് ഇപ്പൊ കിങ് വെറുതെ ഒരു കാര്യമില്ലാണ്ട് അൺപോപ്പുലർ ആയിട്ടുള്ള ടാക്സസ്, അതായത് ഒരു കാര്യമില്ലാത്ത ടാക്സസ് ഒക്കെ റൈസ് ചെയ്യാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു പിന്നെ ആക്ഷൻ എന്ത് ചെയ്യണം, ഒരു ആക്ട് എന്ത് ചെയ്യാണ്, പാസ് ചെയ്യാണ്. ബിഫോർ അഡ്ജേണിംഗ് ദ പാർലമെന്റ് ഇൻ 1629 they passed 3 resolution act against him. For the next 11 years he ruled without parliament, which is known as the 11 years tyranny. Okay, ഇവരെന്ത് ചെയ്യാണ്, ഈ ഹൗസ് ഓഫ് പാർലമെന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കിങ്ങിന് അഗെയിൻസ്റ്റ് ആയിട്ട് 3 റെസൊല്യൂഷൻ ആക്ട് എന്ത് ചെയ്യുന്നുണ്ട്, 3 റെസൊല്യൂഷൻസ് പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതെന്തൊക്കെ, അതിൽ വന്നിട്ട് പിന്നീട് അങ്ങോട്ട് എന്ത് ചെയ്യാണ്, നെക്സ്റ്റ് 11 ഇയേഴ്സിന് ഈ ഒരു പാർലമെന്റ് ഇല്ലാണ്ടെയാണ് കിങ് ഭരിച്ചിട്ടുണ്ടായിരുന്നത്. വിച്ച് ഇസ് നോൺ ആസ് ദ 11 years tyranny. അതിനെയാണ് 11 years tyranny എന്ന് അറിയപ്പെടുന്നത്. ഡ്യൂറിംഗ് ചാൾസ് ഫസ്റ്റ് 11 years വിതൗട്ട് പാർലമെന്റ്. അപ്പം ഈ ചാൾസിന്റെ 11 years, അതായത് പാർലമെന്റ് ഇല്ലാത്ത ഒരു 11 years എന്ന് പറയുന്നത്, ഹി റൈസ്ഡ് ഫണ്ട്സ് ബൈ ഇമ്പോസിംഗ് ഷിപ്പ് മണി ഓൺ പോർട്ട്സ്. ഇപ്പം ഈ പോർട്ടിൽ തുറമുഖങ്ങളിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ഷിപ്പിന്റെ മേളിൽ കുറച്ച് ടാക്സ് അല്ലെങ്കിൽ മണി ഇമ്പോസ് ചെയ്തുകൊണ്ടായിരുന്നു ഫണ്ട് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹിസ് എഫേർട്സ് ടു ചേഞ്ച് ദ റിലീജിയസ് പ്രാക്ടീസ് ഫേസ്ഡ് സ്ട്രോങ് ഒപ്പോസിഷൻ ഫ്രം ദ സ്കോട്ടിഷ് പീപ്പിൾ. അപ്പം ഇദ്ദേഹം പിന്നീട് എന്ത് കൊണ്ടുവരാണ്, റിലീജിയസ് പ്രാക്ടീസസിൽ ഒരുപാട് ചേഞ്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇതെന്ത് ചെയ്യാണ്, ഇതിനോട് സ്കോട്ടിഷ് പീപ്പിള് സ്ട്രോങ് ആയിട്ട് തന്നെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. The Charles first tried to enforce his reforms on rebellious Scotland. അപ്പം ഇദ്ദേഹത്തിന്റെ റിഫോംസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ റെബലിയസ് സ്കോട്ട്ലാൻഡിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് പിന്നീട് ഒരു വാറിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. ടു ഫൈനാൻസ് ദ വാർ ഹി ഹാഡ് ടു കോൾ ദ പാർലമെന്റ് ബാക്ക് ഇൻ 1640. അങ്ങനെ 1640 ഈ വാറിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ഉണ്ടാക്കാൻ 1640 ഒരു പാർലമെന്റ് ഇദ്ദേഹം വിളിക്കുകയാണ് പിന്നീട്. വിച്ച് ലേറ്റർ ബിക്കെയിം നോൺ ആസ് ദ ഷോർട്ട് പാർലമെന്റ്. ഇതിനെയാണ് പിന്നീട് ഷോർട്ട് പാർലമെന്റ് എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. The parliament insisted that fund could only be approved if unpopular taxes were removed summoned in April. The parliament was suspended in May. അപ്പം
ഈ എന്താ പാർലമെന്റ് എന്ത് ചെയ്യാണ് പറയുന്നുണ്ട് അൺപോപ്പുലർ ടാക്സസ് റിമൂവ് ചെയ്യണം. ഇതിന് ഈ പാർലമെന്റ് എന്ത് ചെയ്യുന്നില്ല, ഈ അൺപോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ടാക്സിന് അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ ഒരു പാർലമെന്റ് ഏപ്രിലിൽ സമ്മൺ ചെയ്യുകയും അതുപോലെ തന്നെ മെയ്യിൽ അത് സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഡ്യൂ ടു ദ റൈസിംഗ് പ്രഷർ കിങ് ചാൾസ് ഫസ്റ്റ് കോൾഡ് ദ പാർലമെന്റ് ബാക്ക് ഇൻ നവംബർ 1640 വിച്ച് വാസ് ദെൻ കോൾഡ് ലോങ് പാർലമെന്റ്. അപ്പം ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാവുന്നത് കാരണം കിങ് ചാൾസ് ഫസ്റ്റ് എന്ത് ചെയ്യാണ് ഈ പാർലമെന്റിനെ 1640 നവംബറിൽ പിന്നെയും കോൾ ബാക്ക് ചെയ്യുന്നുണ്ട്, അതായത് പിന്നെയും വിളിച്ചു കൂട്ടുന്നുണ്ട്. ഇതിനെയാണ് പിന്നീട് ലോങ് പാർലമെന്റ് എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ഈസ് ലോങ് പാർലമെന്റ്. King Charles I faced strong opposition from key parliament members like John Pym and John Hampden. In 1641, the parliament approved the Triennial Act, okay, also known as the Dissolution Act. അപ്പം ഈ അതായത് കിങ് ചാൾസ് ഫസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ മേജർ പാർലമെന്റ് മെമ്പേഴ്സ് ആയിട്ടുള്ള ജോൺ പിം അതുപോലെ തന്നെ ജോൺ ഹാംപ്ടന്റെ ഒക്കെ പിന്നെ നേരിടുന്ന ഒരു എന്താ പറയാ സ്ട്രോങ് ഒപ്പോസിഷൻ പിന്നെ ഫേസ് ചെയ്യുന്നുണ്ട്. ഇവരുടെ അടുത്ത് നിന്ന് നേരിട്ടൊരു സ്ട്രോങ് ഒപ്പോസിഷൻ തന്നെ കിങ് ചാൾസ് ഫേസ് ചെയ്യുന്നുണ്ട്. 1641 പാർലമെന്റ് എന്ത് ചെയ്യാണ്, ഒരു ട്രെനിയൽ ആക്ട് അല്ലെങ്കിൽ ഒരു ഡിസൊല്യൂഷൻ ആക്ട് പാസ് ചെയ്യാണ്, അപ്രൂവ് ചെയ്യാണ്, വിച്ച് ഇൻക്ലൂഡഡ് ദ ഫോളോയിങ് ക്ലോസസ്. അപ്പൊ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇഫ് ദി കിങ് ഡിഡ് നോട്ട് സമ്മൺ ദ പാർലമെന്റ് ഇറ്റ് കുഡ് ബി മീറ്റ് ഇറ്റ്സ് ഓൺ okay, the parliament could not be dissolved without its consent. Okay, King Charles was promised parliament would meet at least every 3 years. അപ്പം കിങ് ചാൾസ് ഫസ്റ്റ് എന്ത് ചെയ്യാണ്, പ്രോമിസ് ചെയ്യുന്നുണ്ട് പാർലമെന്റ് ഓരോ 3 വർഷത്തിൽ ഒരിക്കലെങ്കിലും മീറ്റ് ചെയ്യുന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് അത് എന്താ പറയാ പാർലമെന്റ് കൂടും എന്നുള്ളത് കിങ് ചാൾസ് പ്രോമിസ് ചെയ്യുന്നുണ്ട്. ഹി അഗ്രീഡ് ടു ദ പാർലമെന്റ്സ് ഡിമാൻഡ്സ്. പാർലമെന്റ് ഡിമാൻഡ്സിനെല്ലാം എന്ത് ചെയ്യാണ്, കിങ് ചാൾസ് അഗ്രി ചെയ്യാണ്. സസ്പെൻഡിങ് അൺഫെയർ പ്രാക്ടീസസ് ലൈക്ക് ഷിപ്പ് മണി വിച്ച് ഹാഡ് ബീൻ ഇൻ പ്ലേസ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് 11 years ഓഫ് ഒപ്രസീവ് റൂൾ. അപ്പം ഇദ്ദേഹത്തിന്റെ 11 വർഷം പാർലമെന്റ് ഇല്ലാണ്ടാണ് 11 വർഷം ഇദ്ദേഹം ഭരിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഈ 11 വർഷക്കാലം ഇദ്ദേഹം ഈ ഷിപ്സിന് മേളിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ടാക്സ് എന്ന് പറഞ്ഞത് അത് അദ്ദേഹം തന്നെ റിമൂവ് ചെയ്യാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല എന്നുള്ള ഒരു kind of agreement ഇദ്ദേഹം പറയുന്നുണ്ട്, അല്ലെങ്കിൽ പ്രോമിസ് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് സിവിൽ വാർ ഇൻ ബ്രിട്ടൻ 1642 to 1651 AD. The British Civil War occurred in 3 stages. അപ്പോൾ ഈ ബ്രിട്ടീഷ് സിവിൽ വാർ 3 സ്റ്റേജസ് ആയിട്ടാണ് നടക്കുന്നത്. The first 1642 to 1646, okay, followed by the second and the third 1648 to 1651. Despite a temporary peace between the king and parliament. അപ്പോൾ ഈ ഒരു എന്താ പറയുക ചെറിയൊരു കാലഘട്ടത്തിനിടയ്ക്ക് ഈ പാർലമെന്റിന്റെയും കിങ്ങിന്റെ ഇടയിൽ കുറച്ചൊരു സമാധാനം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് കുറെ കാലം നീണ്ടു നിന്നിട്ടില്ല. The king's attempt to form an army against the Irish rebellion raised concerns among parliament members. Okay, the British Civil War or Great Rebellion began in 1642 when the king tried to arrest 5 parliament members. അപ്പം ഈ ബ്രിട്ടീഷ് സിവിൽ വാർ അല്ലെങ്കിൽ ഗ്രേറ്റ് റെബല്ലിയൻ തുടങ്ങുന്നത് 1642 എങ്ങനെയാന്ന് വെച്ചാൽ 5 പാർലമെന്റ് മെമ്പേഴ്സിനെ കിങ് എന്ത് ചെയ്യാണ്, അറസ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാണ്. ഓക്കെ, എഫേർട്സ് ടു മെയിൻറ്റെയിൻ പീസ് ഇൻ 1643 ഫീൽഡ്. അപ്പം 1643 ഒരു പീസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു എഫേർട്ട് എല്ലാം തന്നെ എന്താവാണ്, വെറുതെ ആയി പോവാണ്. ആ ഒരു പീസ് മേക്കിംഗ് അത് ഫെയിൽ ആയി പോവാണ്. ലീഡിംഗ് പാർലമെന്റേറിയൻസ് ദ സ്കോട്ടിഷ് പ്രസ്ബൈറ്റേറിയൻസ് ടു യുണൈറ്റ്. ഓക്കെ, അപ്പം ഈ ഇത് ലീഡ് ചെയ്തിരുന്നത് പാർലമെന്റ് ആൻഡ് സ്കോട്ടിഷ് എന്താ പ്രസ്ബൈറ്റേറിയൻസിന്റെ യൂണിറ്റിയിലാണ്. ഓക്കെ, ബൈ 1645 a civil war emerged with the royal army. അപ്പം 1645 ഈ റോയൽ ആർമിയുമായിട്ട് എന്താണ് ഒരു സിവിൽ വാർ എമേർജ് ചെയ്യുന്നുണ്ട്. സിറ്റി ഡ്വല്ലേഴ്സ് സപ്പോർട്ടിംഗ് പാർലമെന്റ്, ഓക്കെ, ആൻഡ് റൂറൽ ഏരിയാസ് ബാക്കിംഗ് ദ കിങ്. അപ്പൊ ഓക്കെ, 1645 ഒരു റോയൽ ആർമി സിവിൽ വാർ എമേർജ് ചെയ്യാണ്. അത് സിറ്റി ഡ്വല്ലേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, പാർലമെന്റിനെയും റൂറൽ ഏരിയാസ് കിങ്ങിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വാർ തുടങ്ങുന്നത്. The well trained new model army formed in 1645. അപ്പോൾ 1645 ഒരു വെൽ ട്രെയിൻഡ് ന്യൂ മോഡൽ ആർമി എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട്. ഇത് ലീഡ് ചെയ്തിരുന്നത് തോമസ് ഫെയർഫാക്സും ആൻഡ് ഒലിവർ ക്രോംവെല്ലും ആണ്. ഇവർ പാർലമെന്റിനെ ആയിരുന്നു റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പാർലമെന്റ് സപ്പോർട്ടേഴ്സ് നോൺ ആസ് റൗണ്ട്
heads or parliamentarians. അപ്പോൾ പാർലമെന്റ് സപ്പോർട്ടേഴ്സിനെ പാർലമെന്റേറിയൻസ് എന്നോ അല്ലെങ്കിൽ റൗണ്ട് ഹെഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. faced off against the king's supporters called cavaliers or royalists. By the end of 1640s, the king's army suffered numerous losses. അപ്പം 1640 ആയപ്പോഴത്തേക്കും കിങ്ങിന്റെ ആർമിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരികയാണ്. The king attempted to flee but was captured. അപ്പൊ ഈ കിങ് എന്ത് ചെയ്യുന്നുണ്ട്, രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും കിങ് പിടിക്കപ്പെടുകയാണ്. Tried for treason in 1649 and executed on January 30th, 1649. അങ്ങനെ ഇദ്ദേഹത്തെ പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ രാജ്യദ്രോഹ കുറ്റത്തിന് എന്ത് ചെയ്യാണ്, അദ്ദേഹത്തെ എക്സിക്യൂട്ട് ചെയ്യാണ് 1649. ഓക്കെ. Charles' first death led Irish and Scottish supporters to back Charles II. However, the Scottish army faced defeat at the Battle of Dunbar in 1650 and another attempt to capture London in 1651. Both led Oliver Cromwell. അപ്പം ചാൾസ് ഫസ്റ്റിന്റെ ഡെത്തിന് ശേഷം ഈ ഐറിഷും സ്കോട്ട്ലൻഡും ലീഡ് ചെയ്യുന്നത് സപ്പോർട്ടേഴ്സ് ടു ബാക്ക് ചാൾസ് സെക്കൻഡിന്റെ സപ്പോർട്ടേഴ്സ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ചാൾസ് സെക്കൻഡ് ആണ് ലീഡ് ചെയ്യുന്നത്. The Scottish army faced defeat at the Battle of Dunbar in 1650. Battle of Dunbarൽ എന്ത് ചെയ്യാണ്, സ്കോട്ടിഷ് ആർമി ഒരു വലിയ ഡിഫീറ്റ്, ഒരു വലിയ പരാജയം തന്നെ നേരിടാണ്. ആൻഡ് another attempt to capture London in 1651 ലണ്ടൻ ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് കൂടെ നടത്തുന്നുണ്ട്. ഇത് രണ്ടും ലീഡ് ചെയ്തിരുന്നത് ഒലിവർ ക്രോംവെൽ ആണ്. ചാൾസ് സെക്കൻഡ് then fled to France. അപ്പോൾ ചാൾസ് സെക്കൻഡ് പിന്നീട് എന്താവാണ്, ഫ്രാൻസിലേക്ക് പോകുന്നുണ്ട്. ദിസ് കൺക്ലൂഡ് ദ സിവിൽ വാർ എമംഗ് ഇംഗ്ലണ്ട് ആൻഡ് സ്കോട്ട്ലൻഡ് ആൻഡ് അയർലൻഡ്. അപ്പം ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡും അയർലൻഡും തമ്മിലുള്ള ഒരു സിവിൽ വാർ ഇവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. With Oliver Cromwell gaining control as the protector. The war significantly impacted England's economy and population. അപ്പം ഈ ഒരു വാർ, ഇതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിന്റെ എക്കോണമിയിലും പോപ്പുലേഷനിലും ഇത് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. So that's all for today. Thank you for listening.